സർ, ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ റഷ്യയുടെ ആക്രമണം ഉണ്ടാകും. ചില രേഖകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായിരിക്കും ഇത്? ദ ഫിനാൻഷ്യൽ ടൈംസ്, ബ്രിട്ടനിലെ പത്രം, ധനകാര്യ പത്രം, അത് ലീക്ക് ചെയ്ത ചോർന്ന് കിട്ടിയ ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ്. ഇപ്പോൾ പല വിദേശ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചയാണ്, ഇപ്പോഴും ഇത് പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ടാണ്. 2008-2014 കാലത്തെ 6 കൊല്ലത്തെ 29 രഹസ്യ റഷ്യൻ പട്ടാള രേഖകളാണ് ചോർന്ന് കിട്ടിയിരിക്കുന്നത്. 2008-2014 കാലത്ത് റഷ്യ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയെ സംബന്ധിച്ച രേഖകളാണിത്. ആ രേഖകളിലാണ് റഷ്യ എങ്ങനെയാണ് ജപ്പാനെയും സൗത്ത് കൊറിയയെയും, അത് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് ആ 2 രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയതിൻ്റെ രേഖകളാണ് ഈ ചോർന്ന് വന്നിരിക്കുന്നത്. ഏതൊക്കെ ലക്ഷ്യങ്ങൾ ആക്രമിക്കും എന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് രേഖയിൽ. ഈ രേഖകൾ ഇപ്പോഴും പ്രസക്തമാണ് യുക്രൈൻ അധിനിവേശത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. വേറെ ഒരു ഘട്ടത്തിലും ജപ്പാനെയും സൗത്ത് കൊറിയയും റഷ്യ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ രേഖകൾ വെളിവാക്കുന്നു എന്നാണ് പറയുന്നത്. ആ രേഖകളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ജപ്പാനിലെയും സൗത്ത് കൊറിയയിലെയും ഒക്കെ ആണവ പ്ലാന്റുകൾ സോവിയറ്റ് യൂണിയൻ ആക്രമിക്കാൻ ഈ രേഖകളനുസരിച്ചിട്ട് പദ്ധതിയുണ്ട്. 160 ലക്ഷ്യങ്ങൾ ആക്രമിക്കാനാണ് മൊത്തം ആസൂത്രണം ചെയ്തിരുന്നത്. അതിൽ റോഡുകൾ, പാലങ്ങൾ, ഫാക്ടറികൾ ഒക്കെ ഉണ്ട്. കിഴക്കൻ അതിർത്തികളെ പറ്റിയിട്ട് ചൈനയ്ക്ക് ശങ്കയുണ്ടായിരുന്നു. അപ്പോൾ നാറ്റോയുമായി സംഘർഷത്തിലാണല്ലോ റഷ്യ. അപ്പം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം കൂടി ഈ നാറ്റോയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഉത്കണ്ഠ റഷ്യക്കുണ്ട്. നാറ്റോയിൽ ചേരാൻ പോയതാണല്ലോ യുക്രൈനും വിനയായത്. അപ്പോൾ അങ്ങനെ അതിന് ജപ്പാനെ സംബന്ധിച്ച് അങ്ങനെ ആശങ്കയുണ്ട്. അപ്പോൾ അങ്ങനെ നാറ്റോയുമായിട്ടുള്ള സംഘർഷത്തിൽ കിഴക്കൻ മേഖല വീഴും. അമേരിക്കയുടെ ആയുധവും സഖ്യവും ഒക്കെ ഇവർക്ക് കിട്ടും എന്നുള്ളതാണ് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 29 ഈ പറഞ്ഞ പോലെ റഷ്യൻ പട്ടാള രേഖകളിൽ ഇപ്പോഴും പ്രസക്തമാണ്. പുട്ടിൻ്റെ നയത്തിൽ ഏഷ്യ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. യുക്രൈൻ അധിനിവേശം, പിന്നെ നാറ്റോയോടുള്ള വിരോധം, ഇതൊക്കെ ഈ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ചൈനയുമായി സാമ്പത്തിക സൈനിക സഖ്യം റഷ്യക്കുണ്ട്. ചൈനയും അമേരിക്കൻ വിരോധിയാണ്, നാറ്റോ വിരോധിയാണ്. 12,000 ഈ നോർത്ത് കൊറിയയുടെ പട്ടാളക്കാർ 12,000 പേര് ഇപ്പോൾ റഷ്യക്ക് വേണ്ടി യുക്രൈനെതിരെ പോരാടുന്നുണ്ട്. ഇവർക്ക് അപ്പോൾ നോർത്ത് കൊറിയയുടെ കാര്യവും ഇതിൻ്റെ അകത്ത്, അപ്പോൾ സൗത്ത് കൊറിയ ആക്രമിക്കാനായിട്ട് ന്യായമുണ്ടല്ലോ, ഇപ്പോഴും പ്രസക്തമാണെന്ന് പറയുന്നത്. നോർത്ത് കൊറിയയുടെ ആളുകൾ ഇപ്പോൾ റഷ്യൻ സൈന്യത്തിൽ ചേർന്നവർക്ക് പലർക്കും വലിയ പരിശീലനമൊന്നുമില്ല, അതുകൊണ്ട് വെടി കൊള്ളുന്നതിന് മുമ്പേ ചത്തുപോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. ഒരുപാട് പേര് കാഷ്വാലിറ്റി, ഒരു യുദ്ധം ചെയ്യാൻ പോയിട്ട് പരിശീലനം എങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പരിശീലനം ഇല്ലാത്ത ആളുകളെയാണ് അവിടുന്ന് ഇങ്ങോട്ടൊക്കെ അയച്ചത്. അത് നീ പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ ചാകുന്നതിൽ കിമ്മിനെന്താ വിരോധം ഇല്ലേ? അപ്പം അങ്ങനെ ഈ ഉത്തര കൊറിയക്കാർ പോയവരൊക്കെ ചത്തു വീഴുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പട്ടാള കേന്ദ്രങ്ങളും പൊതു കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കാനായിട്ട് ഈ രേഖകളിൽ പറയുന്നുണ്ട്. ആദ്യത്തെ 82 ലക്ഷ്യങ്ങൾ പട്ടാള കേന്ദ്രങ്ങളാണ്, കമാൻഡ് സെൻറ്റേഴ്സ്, റഡാർ കേന്ദ്രങ്ങൾ. ബാക്കി സിവിലിയൻ കേന്ദ്രങ്ങൾ, പാലം, റോഡ്, തുരങ്കം, വൈദ്യുതി പ്ലാന്റ്, ഊർജ പ്ലാന്റുകൾ. ജപ്പാനിലെ ആണവ കേന്ദ്രങ്ങൾ, സൗത്ത് കൊറിയയിലെ ഊർജ കേന്ദ്രങ്ങൾ. റഷ്യ KH-101 ക്രൂസ് മിസൈൽ ഉപയോഗിക്കുമെന്ന് ഈ രേഖകളിൽ പറഞ്ഞിട്ടുണ്ട്.
ജപ്പാനെതിരെ. ഈ ക്രൂസ് മിസൈലിനെ പറ്റി ഇപ്പോൾ വലിയ അഭിപ്രായമൊന്നും പൊതുവേ ഇല്ല. അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ ഈ രേഖകളിലുണ്ട്. എത്ര സൈന്യം വേണം, അത് എത്ര വേണം, അളവ് എത്രയാണ് വേണ്ടത് എന്നൊക്കെ രേഖകളിലുണ്ട്. പിന്നെ ഈ അയൽക്കാരൻ്റെ ജപ്പാൻ്റെ വ്യോമ പ്രതിരോധ ശേഷി എത്രയാണെന്നൊക്കെ കണക്കാക്കിയ കാര്യമൊക്കെ രേഖയിലുണ്ട്. 2014 2 റഷ്യൻ ബോംബറുകൾ ജപ്പാനിലും കൊറിയയിലും ഈ നിരീക്ഷണ പറക്കുകല്ലുകളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഏതാണ്ട് ശരിവെക്കുന്ന വിധത്തിലായിരുന്നു നടപടികൾ. റഷ്യ ക്രിമിയയെ അനക്സ് ചെയ്യുമ്പോൾ റഷ്യ ക്രിമിയ പിടിച്ചെടുത്തല്ലോ. അപ്പോൾ ആ ക്രിമിയ പിടിച്ചെടുക്കുന്ന കാലഘട്ടത്തിലാണ് ആ ഒരു നിരീക്ഷണ പറക്കലുകൾ നടത്തിയത് ജപ്പാനിലും സൗത്ത് കൊറിയയിലും റഷ്യ. പിന്നെ അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അതിപ്പോഴും നടക്കാറുണ്ട്. റഷ്യൻ വിമാനങ്ങൾ ഇൻ്റർസെപ്റ്റ് ചെയ്തപ്പോൾ അന്ന് വലിയ പരാതിയൊന്നും പറഞ്ഞില്ല ജപ്പാനും സൗത്ത് കൊറിയയും. സംഘർഷമൊന്നും ഉണ്ടായതുമില്ല. അപ്പോൾ നാറ്റോ ഈ കിഴക്കൻ ഏഷ്യയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാലുള്ള സാഹചര്യം എന്തായിരിക്കും എന്നുള്ളതാണ് റഷ്യയെ ആശങ്കപ്പെടുത്തുന്നത്. യുക്രൈനിൽ ചെയ്ത പോലെയൊക്കെ തന്നെ അവർ ചെയ്യും എന്നാണ് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. റഷ്യ ഈ അങ്ങനെ ചെയ്താൽ അതൊരു യുദ്ധക്കുറ്റമായിട്ടാണ് വരിക. ഈ യുക്രൈനിൽ ചെയ്തിരിക്കുന്നതും ധാരാളം യുദ്ധക്കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്, വാർ ക്രൈംസ്. വടക്ക് കിഴക്കൻ ഏഷ്യയിൽ സംഘർഷമുണ്ടാക്കാനായിട്ട് പട്ടാളക്കാർക്കൊക്കെ റഷ്യ പരിശീലനം കൊടുത്തതായിട്ടും രേഖയിൽ നിന്ന് വ്യക്തമാണ്. ടോക്കിയോ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിൽ രാജ്യാന്തര കാര്യങ്ങളുടെയൊക്കെ പ്രൊഫസർ ജെയിംസ് ബ്രൗൺ അദ്ദേഹം പറയുന്നത് ഈ രേഖകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. യുദ്ധമുണ്ടായാൽ എവിടെയൊക്കെയാണ് റഷ്യ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എവിടെയൊക്കെ ആക്രമിക്കും. റഡാറും വ്യോമതാവളങ്ങളും സാധാരണഗതിയിൽ ഏത് യുദ്ധത്തിലും ആക്രമിക്കും. പക്ഷേ എന്തിനാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഇവർ ആക്രമിക്കും എന്നീ രേഖകൾ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. റോഡ്, ടണലുകളൊക്കെ ആക്രമിക്കുന്ന അതൊക്കെ യുദ്ധക്കുറ്റങ്ങളാണല്ലോ. ജനതയ്ക്കെതിരെ ആക്രമണം നടത്തുന്ന യുദ്ധക്കുറ്റമാണ്. അപ്പോൾ യുദ്ധക്കുറ്റം ചെയ്യും എന്നുകൂടി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ കാൻമോൺ ടണൽ തുരങ്കം തകർക്കും എന്നതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ജപ്പാനിൻ്റെ ദ്വീപായിട്ടുള്ള ഹോൻഷുവിലേക്ക് ക്യൂഷുവിലേക്ക് നിന്നുള്ള റോഡ് അത് തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തകർത്ത് കഴിഞ്ഞാൽ ജപ്പാൻ്റെ സേനയെ പല ഭാഗത്തും വിന്യസിക്കാനായിട്ട് പ്രയാസം വരും. വഴിയില്ലല്ലോ. ടാങ്കുകളൊക്കെ വിന്യസിക്കാനൊക്കെ പ്രയാസം വരും. ആ കാൻമോൺ ടണൽ തകർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ കൊല്ലപ്പെടും. 13 പവർ പ്ലാന്റുകളും റിഫൈനറികളും തകർക്കുന്നതാണ് രേഖകളിൽ പറഞ്ഞിരിക്കുന്നത്. കൊറിയയിലെ പാലങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊഹാങ് സ്റ്റീൽ പ്ലാന്റ് തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുസാനിലെ കെമിക്കൽ പ്ലാന്റുകൾ തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൊക്കൈഡോ ഐലൻഡിനടുത്ത ഒക്കിഷിറോട്ടു റഡാർ ബേസ്, റഡാർ കേന്ദ്രം തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റഡാർ കേന്ദ്രമൊക്കെ തകർക്കുന്നത് ശരി, റോഡ്, ടണൽ ഇതൊക്കെ തകർക്കുന്നത് എന്തിനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതാണിപ്പോൾ വലുതായി ചർച്ച ചെയ്യുന്ന ഒരു റഷ്യൻ രേഖ. ഈ വേറൊരു കാര്യം കൂടി എനിക്കിതിൻ്റെ അകത്ത് തോന്നുന്നത്, ഈ റഷ്യക്കെതിരെ ഈ നാറ്റോ രാജ്യങ്ങൾക്ക് വിരോധമുണ്ട്. അപ്പോൾ യുക്രൈനെ ആക്രമിച്ചതിലും വിരോധമുണ്ട്. യൂറോപ്പിനൊക്കെ ഒരുപാട് കെടുതികൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഗുണമുണ്ടായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെയാണ്. മറ്റേ ഓയിൽ ആൻഡ് ഗ്യാസ്, അതിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ റഷ്യയോട് വിരോധം തീർക്കാനായിട്ട് എന്ത് രേഖ കിട്ടിയാലും ഈ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ എന്തായാലും ഒരു സംഗതി കിട്ടി, രേഖകൾ. അത് ഈ കാലഘട്ടത്തിലും കൂടി പ്രസക്തമാണ് എന്ന് അവരുടെ എക്സ്പെർട്ടുകൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ കിട്ടിയ ഒരു സംഭവം ഉപയോഗിക്കുക, മാധ്യമങ്ങളെ കൂടി അതിലേക്ക് ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടാകാം ഇതിൻ്റെ പിന്നിൽ.
അപ്പോൾ എന്തായാലും റഷ്യയുടെ ഈ നീക്കത്തെ ലോകരാജ്യങ്ങളൊന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കും അല്ലേ? കാരണം അത്ര നല്ലൊരു ശുഭസൂചകമല്ലല്ലോ ഇത്. മാത്രമല്ല ഈ ആണവ കേന്ദ്രങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതിന് പിന്നിൽ ചില കാരണങ്ങളൂടെ ഉണ്ടാവില്ലേ? അത് ഈ ശരിക്കും ഇതിൻ്റെ അകത്ത് പറയുന്ന ആണവമായി എന്തുണ്ടെങ്കിലും അത് ഡുവൽ യൂസ് ആണ്. ഇതിലെ ആണവ കേന്ദ്രം എന്ന് പറയുന്നത് പവർ പ്ലാന്റുകളാണ്, ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത് അവർ. എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഈ പ്രയോജനം വൈദ്യുതിയൊക്കെ കൊടുക്കുന്ന നിലയങ്ങളാണ് ഈ തകർക്കെന്ന് പറയുന്നത്. അപ്പം ജനങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്നതാണ്, ജനങ്ങൾക്ക് കെടുതി ഉണ്ടാകുന്ന, ദുരന്തം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ രേഖകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ വ്യോമകേന്ദ്രങ്ങൾ, റഡാർ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാം. ഇത് ജനങ്ങൾക്ക് വൈദ്യുതിയൊക്കെ കൊടുക്കുന്ന കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിരീക്ഷകർ ഉയർത്തുന്നത്. എന്തായാലും റഷ്യക്ക് ജപ്പാനെയും സൗത്ത് കൊറിയയൊക്കെ ശരിപ്പെടുത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് ഈ രേഖകൾ കൂടി പുറത്തു വരുന്നത്. അതിപ്പോഴും പ്രസക്തമാണ്, ഇനിയും ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.